സഹൃദയ സദസ്സിന് വന്ദനം. കലകളെയും കലാകാരന്മാരെയും എന്നും സ്നേഹിക്കുകയും അനുഗ്രഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഞങ്ങൾക്കെന്നും പ്രിയപ്പെട്ട നിങ്ങൾക്കേവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നിത്യജീവിതത്തിലെ തിരക്കിൽ നിന്നും ഇനി കുറച്ചു നേരം സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും ചിരിയുടെയും ലോകത്തിലേക്ക് നമുക്കൊരുമിച്ച് യാത്ര ചെയ്യാം. കേരളം നമ്മുടെ സ്വന്തം നാട്, ദൈവത്തിൻ്റെയും. മലയാളിക്ക് കേരളം വെറുമൊരു ഭൂപ്രദേശം മാത്രമല്ല, ഒരു വികാരമാണ്. മറുനാടൻ മലയാളികൾക്ക് അത് തീവ്രമായ ഗൃഹാതുരത കൂടിയാണ്. ഉത്തര കേരളത്തിലെ തെയ്യവും തിറയും, മധ്യ കേരളത്തിലെ പൂരങ്ങളും ജലോത്സവങ്ങളും, ദക്ഷിണ കേരളത്തിലെ പൊങ്കാലയുമെല്ലാം നമ്മുടെ കൂട്ടായ്മയുടെ ഉത്സവ ലഹരിയാണ്. കേരളം നമുക്ക് സ്വന്തമാണ്, പരദേശികൾക്ക് ഒരു സ്വപ്നവും. കൊച്ചിൻ കലാഭവൻ എന്ന മിമിസ് ട്രൂപ്പിൽ നിന്നും അപരൻ എന്ന സിനിമയിലൂടെ അനശ്വരനായ അതുല്യ ചലച്ചിത്രകാരൻ പി പത്മരാജൻ, മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച അനുഗ്രഹീതനായ കലാകാരൻ ജയറാം, കുടുംബ പ്രേക്ഷകരുടെ ആ പ്രിയ നായകൻ, സിനിമയിൽ തന്റെ സാന്നിധ്യം അറിയിച്ചിട്ട് ഇന്ന് 23 വർഷങ്ങൾ പിന്നിടുകയാണ്. സ്നേഹത്തോടെ, വാത്സല്യത്തോടെ, ആദരവോടുകൂടി നമ്മുടെ ആ പ്രിയ നായകനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കാം. വെൽക്കം മിസ്റ്റർ ജയറാം. സഹൃദയ സദസ്സിന് വന്ദനം. എന്നും എൻ്റെ ഉയർച്ചയിലും താഴ്ചയിലും എനിക്കൊരു താങ്ങായി, ഒരു തണലായി നിന്നിട്ടുള്ള എൻ്റെ അമ്മമാർക്കും എൻ്റെ സഹോദരന്മാർക്കും സഹോദരിമാർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദി. സിനിമയിലെത്തുന്നതിന് മുമ്പ് ഇതേപോലെയുള്ള ആയിരക്കണക്കിന് വേദികളിൽ മിമിക്രി എന്ന കലാരൂപം അവതരിപ്പിച്ച് പിന്നീട് സിനിമയിലെത്തിയത് കൊണ്ട് സിനിമയേക്കാൾ കൂടുതൽ ഒരു പടി മുകളിലെങ്കിലും ഈ വേദിയെ സ്നേഹിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്ന ഈ പ്രോഗ്രാം 100% സിൻസിയർ ആയിരിക്കണം, 100% നന്നായിരിക്കണം എന്ന ആഗ്രഹം മനസ്സിലുള്ളത് കൊണ്ട് ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും നീണ്ടു നിന്ന ഒരു കഠിന പ്രയത്നം ഈ പ്രോഗ്രാമിൻ്റെ പിന്നിലുണ്ട്. അത് ഈ ഷോ കാണുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും മുഖവരിയൊന്നും കൂടാതെ തന്നെ ഞങ്ങൾ പരിപാടിയിലേക്ക് കടക്കുകയാണ്. ഞങ്ങളുടെ ഈ വക്രമായ മുഖങ്ങൾ നിങ്ങളുടെ കൈകളിലിരിക്കുന്ന കണ്ണാടിക്ക് നേരെ തിരിക്കുമ്പോൾ നിങ്ങൾക്കൊന്ന് ചിരിക്കാൻ സാധിച്ചാൽ, നിങ്ങൾക്കൊന്ന് കൈയടിക്കാൻ കഴിഞ്ഞാൽ അത് മതി ഞങ്ങൾക്ക്. കലാദേവതയ്ക്ക് മുന്നിൽ മുട്ടുകുത്തിക്കൊണ്ട് ഈ കലാസായനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ സഹപ്രവർത്തകരെ ഓരോരുത്തരെയും നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. രസികൻ എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് കടന്നു വന്ന ആ കൊച്ചു സുന്ദരി, നിരവധി ചിത്രങ്ങളിലൂടെ മലയാളത്തിലെ മുൻനിര നായകന്മാരുടെ എല്ലാം നായികയായി, ഇന്ന് മലയാളത്തിലെ ഏറ്റവും മുൻനിര നായികയായി തിളങ്ങി നിൽക്കുന്ന ആ താരസുന്ദരിയെ, നിങ്ങളുടെ പ്രിയങ്കരിയായ ആ താരസുന്ദരിയെ നിങ്ങളുടെ മുമ്പാകെ ക്ഷണിക്കുന്നു, സമൃദ്ധ സുനിൽ. കറുകച്ചാൽ എന്ന് പറയുന്ന കേരളത്തിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്നും മിമിക്രി എന്ന കലാരൂപവുമായി രംഗത്തെത്തി, പിന്നീട് വൺ മാൻ ഷോ എന്നൊരു പ്രോഗ്രാം തൻ്റേതായ ശൈലിയിൽ രൂപപ്പെടുത്തി, പിന്നീട് മലയാള സിനിമയിലെത്തി, ചെറുതും വലുതുമായ ഒട്ടനവധി കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകി, ഇന്ന് മലയാള സിനിമയ്ക്ക് ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരു സഹനടനായി മാറിക്കഴിഞ്ഞ നിങ്ങളുടെ പ്രിയങ്കരൻ ശ്രീ കോട്ടയം നസീർ. തായംകുളം കൊച്ചുണ്ണി എന്ന ടെലിവിഷൻ പരമ്പരയിലൂടെ മലയാളികളുടെ സ്വീകരണ മുറിയിലെത്തിയ ആ കൊച്ചു ചെറുപ്പക്കാരൻ, ആ ചുണക്കുട്ടൻ ഇന്ന് മലയാള സിനിമയിലെ യുവതി യുവാക്കളുടെ ഹരമായി മാറിയ നായകനാണ് നിങ്ങളുടെ പ്രിയങ്കരൻ ശ്രീ മണിക്കുട്ടൻ. ഏഷ്യാനെറ്റിൽ ഒരു അവതാരികയായി രംഗത്ത് വന്ന് പിന്നീട് ഒരു ഗായികയായി മാറി, ലാൽ ജോസിന്റെ മുല്ല എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് കടന്നു വന്ന ആ സുന്ദരി ഇന്ന് മലയാളത്തിൽ മാത്രമല്ല തമിഴിലെയും തിരക്കുള്ള നായികയായി മാറിക്കഴിഞ്ഞു. നിങ്ങളുടെ പ്രിയങ്കരി മീര നന്ദൻ. ഞങ്ങളെല്ലാം വളർന്നു വന്ന കലാഭവൻ എന്ന സരസ്വതി സ്ഥാപനത്തിൽ നിന്നും വന്ന മറ്റൊരു യുവാവ്, ഇന്ന് മലയാള സിനിമയിലെ തിരക്കുള്ള ഒരു താരമായി മാറിക്കൊണ്ടിരിക്കുന്ന പ്രജോത് കലാഭവൻ. ലോകത്തെമ്പാടുമുള്ള മിമിക്രി പ്രേക്ഷകർക്ക് എന്നും ഇഷ്ടമുള്ളൊരു മിമിക്രിക്കാരൻ
ശ്രീ ഉണ്ണി ഗിന്നസ്. കഴിഞ്ഞ 5-6 വർഷം കൊണ്ട് തമിഴിലും മലയാളത്തിലും തെലുങ്കിലുമൊക്കെയായി 100 കണക്കിന് ഗാനങ്ങൾ ആലപിച്ച് നിങ്ങളുടെ പ്രിയങ്കരിയായ ഗായിക സൈനോര. SP ബാലസുബ്രഹ്മണ്യത്തിൻ്റെ ശബ്ദം അനുകരിച്ചുകൊണ്ട് മലയാള സിനിമയിലേക്ക് കടന്നു വന്ന് പിന്നീട് നിരവധി ഗാനങ്ങൾ ആലപിച്ച് മലയാളികളുടെ മനസ്സിലേക്ക് കയറിക്കൂടിയ നിങ്ങളുടെ പ്രിയങ്കരനായ ശ്രീ അഫ്സൽ. മലയാള സിനിമയിലേക്ക് കടന്നു വന്നിട്ടുള്ള പുതിയ കോറിയോഗ്രാഫർ രാജേഷ് മാസ്റ്റർ. Our special thanks to ഞങ്ങളുടെ സ്പോൺസേഴ്സ് സിൻജോ ആൻഡ് ജിയോ ബ്രദേഴ്സ്. ഒരിക്കൽ കൂടി നിങ്ങളുടെ അനുഗ്രഹങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ പരിപാടി ഇവിടെ ആരംഭിക്കുന്നു. വേമ്പനാട്ട് കായലിന്ന് ചാഞ്ചാട്ടം, തങ്കമണി ചുണ്ടനിന്ന് മയിലാട്ടം, കുഴലൂതും കാറ്റ് കുളിർകോരും കാറ്റ്, കൂടെ വാ കൂടെ വാ കൂടെ തുഴയാൻ വാ. വേമ്പനാട്ട് കായലിന്ന് ചാഞ്ചാട്ടം, തങ്കമണി ചുണ്ടനിന്ന് മയിലാട്ടം, കുഴലൂതും കാറ്റ് കുളിർകോരും കാറ്റ്, കൂടെ വാ കൂടെ വാ കൂടെ തുഴയാൻ വാ. കൂട്ടുകാരറിഞ്ഞില്ലേ നാട്ടുവിശേഷം, ഈ കുട്ടനാടിൻ പെണ്ണിനിന്ന് മദാമവേഷം. ഉത്രട്ടാതി വള്ളം കളി കാണുകയോ, ഇവൾ പത്രാസ് നമ്മളെ കാട്ടുകയോ. വേമ്പനാട്ട് കായലിന്ന് ചാഞ്ചാട്ടം, തങ്കമണി ചുണ്ടനിന്ന് മയിലാട്ടം, കുഴലൂതും കാറ്റ് കുളിർകോരും കാറ്റ്, കൂടെ വാ കൂടെ വാ കൂടെ തുഴയാൻ വാ. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ചെറിയ ചെറിയ ഒരുപാട് ഭാഗ്യങ്ങൾ ലഭിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ ഭാഗ്യങ്ങളെന്ന് ഉദ്ദേശിച്ചത് മിമിക്രി എന്ന കലാരൂപം ആദ്യമായി തുടങ്ങാൻ സാധിച്ചത് ഗാനഗന്ധർവനായ യേശുദാസിൻ്റെ ഒപ്പമായിരുന്നു. അന്ന് ദാസേട്ടൻ്റെ കൂടെ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഒരു വേദിയിൽ വെച്ച് യേശുദാസിനെ തന്നെ ഒന്ന് ഇമിറ്റേറ്റ് ചെയ്തു, അദ്ദേഹത്തെ പോലെ സംസാരിച്ചു. അത് ഇപ്രകാരമായിരുന്നു. പ്രിയമുള്ളവരെ, കയ്യടിയുടെ ബലം വീണ്ടും കുറഞ്ഞിരിക്കുകയാണ്. സാരമില്ല. സാധാരണ മലയാളികൾ അവരുടെ സന്തോഷം ഹൃദയത്തിൽ ഒതുക്കാറാണ് പതിവ്. അത് ഞങ്ങൾക്കറിയാം. എങ്കിലും ഞങ്ങളുടെ സങ്കടം കൊണ്ട് പറഞ്ഞു പോയെന്ന് മാത്രം. ഒരിക്കൽ യേശുദാസും പി ലീല, മൺമറഞ്ഞു പോയ പഴയ ഗായിക പി ലീലയും ചേർന്നിട്ടുള്ള പ്രോഗ്രാം ഉണ്ടായിരുന്നു. അന്ന് ആ വേദിയിൽ വെച്ച് അവരെയും ഇമിറ്റേറ്റ് ചെയ്യാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. പി ലീലയെ ഒരുപക്ഷെ പുതിയ തലമുറയിലെ ആളുകൾ അവർക്കറിയുമെന്ന് തോന്നുന്നില്ല, എങ്കിലും പഴയ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് ഓർക്കാൻ സാധിക്കും എന്ന് വിചാരിക്കുന്നു. അന്ന് അവർ ഇമിറ്റേറ്റ് ചെയ്ത് ഇപ്രകാരമായിരുന്നു. കാളിദാസന്റെ കൽപ്രതിമയിൽ മാലയിട്ടു. ഇതുപോലെ വർഷങ്ങൾക്ക് മുമ്പ് 2 ലെജൻസ് ഒരുമിച്ചു നമ്മുടെ എറണാകുളത്ത് വെച്ച്.
യേശുദാസും കിഷോർ കുമാറും. അന്ന് കിഷോർ കുമാറിൻ്റെ ആ വേദിയിൽ വെച്ചും മിമിക്രി അവതരിപ്പിക്കാനും അദ്ദേഹത്തെ അടുത്ത് കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. പിന്നീട് കിഷോർ കുമാറിൻ്റെ ശബ്ദത്തിൽ അദ്ദേഹത്തിൻ്റെ ശബ്ദം അനുകരിച്ച് പാടി ഞാൻ ഇൻ്റർകോളേറ്റിന് പ്രൈസ് മേടിച്ചിട്ടുണ്ട്. എന്തായാലും കിഷോർ കുമാറിൻ്റെ എല്ലാവരുടെയും മനസ്സിൽ തങ്ങി നിൽക്കുന്ന കുറേ നല്ല ഗാനങ്ങളുടെ ഒരു ചെറിയ മെഡ്ലി ഞാൻ അവതരിപ്പിക്കാം. അതിനെന്നെ സഹായിക്കാൻ ശ്രീ അഫ്സലും കൂടെയുണ്ട്. താങ്ക് യു. मेरा जीवन कोरा कागज कोरा ही रह गया, मेरा जीवन कोरा कागज कोरा ही रह गया, जो लिखा था आंसू में संग ने गया, मेरा जीवन कोरा कागज कोरा ही रह गया. ये लाल रंग कब मुझे छोड़ेगा, ये लाल रंग कब मुझे छोड़ेगा, मेरा गम कब तलक मेरा दिल तोड़ेगा, ये लाल रंग कब मुझे छोड़ेगा, ये लाल रंग कब मुझे छोड़ेगा. जिंगालाला 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 जिंगालाला. हम बेवफा हर जिस्म थे पर हम वफा कर ना सके, हमको मिली उसकी सजा, हम जो खता कर ना सके, हम बेवफा हर जिस्म थे हर बम वफा कर ना सके. चुका है जीवन भर तेरे लिए मैं गाऊं, तेरे लिए मैं गाऊं, गीत तेरे भूलों पे लिखता चला जाऊं, लिखता चला जाऊं, मेरे गीतों में टूटे जो देख सारा चुका मेरे मन को किया तूने का इशारा, बतलाए मौसम लगा प्यारा जग सारा, चुका मेरे मन को किया तूने का इशारा.
जिंदगी एक सफर ये सुखाना, यहाँ कल क्या हो किसने जाना। जिंदगी एक सफर ये सुखाना, यहाँ कल क्या हो किसने जाना। जिंदगी एक सफर ये सुहाना, यहाँ कल क्या हो किसने जाना। उल्लड़ 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 डिक 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 उल्लड़ उल्लड़। प्यार के खलियां बाहों के खलियां, सब रंग खलियां पूछ रही है। प्यार के खलियां बाहों के खलियां, सब रंग खलियां पूछ रही। अब सब सक कब दिन आएगी तुम, मेरे सपनों की रानी कब आएगी तुम। आए रुक मस्तानी कब आएगी तू, आए जाए जिंदगानी कब आएगी तू। चलिया तू चलिया, चलिया तू चलिया, चलिया आप चलिया। दोस्ती हम नहीं तोड़ेंगे, तोड़ेंगे दम मगर तेरा साथ ना छोड़ेंगे। ये दोस्ती हम नहीं तोड़ेंगे, तोड़ेंगे दम मगर तेरा साथ ना छोड़ेंगे। जी तेरी हार मेरी हार, सुन मेरे यार। तेरा गम मेरी जान तेरी जान, ये सब न प्यार। जान से भी खेलेंगे, तेरे लिए ले लेंगे। जान से भी खेलेंगे, तेरे लिए ले लेंगे सबसे दुश्मनी। ये दोस्ती हम नहीं तोड़ेंगे, तोड़ेंगे दम मगर तेरा साथ ना छोड़ेंगे। Come on everybody! लोगों को आते हैं तो नजर, हम अगर देखो तो नहीं। ओ जुदा या हवाए गुदाए दुआए, ऐसा हो नहीं। खाना पीना साथ है, मरना जीना साथ है। अरे गाना पीना साथ है, मरना जीना साथ है सारी जिंदगी। ये दोस्ती हम नहीं तोड़ेंगे, तोड़ेंगे दम मगर तेरा साथ ना छोड़ेंगे। ये दोस्ती हम नहीं तोड़ेंगे, तोड़ेंगे दम मगर तेरा साथ
ദൈവം പലർക്കും പല രീതിയിലുള്ള കഴിവുകളാണ് കൊടുക്കുന്നത്. ചിലർക്ക് ദൈവം ഒരുപാട് കഴിവുകൾ വാരിക്കോരി കൊടുക്കും. അങ്ങനെ ഒരുപാട് കഴിവുകൾ കിട്ടിയൊരു വലിയ കലാകാരനാണ് നമ്മുടെ ജയറാമേട്ടൻ. നന്നായിട്ട് അഭിനയിക്കും, നന്നായിട്ട് മിമിക്രി കാണിക്കും, അസലായിട്ട് പാടും, നന്നായിട്ട് ഡാൻസ് ചെയ്യും. ഇതിനൊക്കെ പുറമെ അസലായിട്ട് അദ്ദേഹം ചെണ്ട വായിക്കും. പ്രഗത്ഭരായ ഒരുപാട് ചെണ്ടവിദ്വാൻമാരോടൊപ്പം വലിയ പൂരങ്ങൾക്ക് വരെ മണിക്കൂറുകളോളം അദ്ദേഹം ചെണ്ട വായിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് വളരെ വലിയൊരു പോർഷനാണ്. ജയറാമേട്ടൻ്റെ ചെണ്ടയും സ്റ്റീഫൻ ദേവസ്യയും ബാലഭാസ്കറും അഫ്സൽ ഗായകനാകുന്നതിന് മുമ്പ് നല്ലൊരു ഡ്രമ്മറും കൂടിയായിരുന്നു. എല്ലാവരും ചേർന്നുള്ള ഒരു അടിച്ചുപൊളി ഫ്യൂഷൻ. റെഡിയല്ലേ?
से नैना लगाए मोरे श्याम रसिया, वो से नैना लगाए मोरे श्याम रसिया, नैना लगाए मोसे, नैना लगाए मोसे, नैना लगाए मोरी निंदिया गवाए, मोसे नैना लगाए मोरे श्याम रसिया, मोसे नैना. പ്രിയനൊരാൾ ഇന്നു വന്നുവോ എന്റെ ജാലകത്തിലെ രാത്രി മൈന കാതിൽ മൂളിയോ ചാന്ത് തൊട്ടില്ലേ നീ ചന്ദനം തൊട്ടില്ലേ കാറ്റു ചിന്നിയ ചാറ്റൽ മഴ ചിലങ്ക കെട്ടിയില്ലേ ചാന്ത് തൊട്ടില്ലേ നീ ചന്ദനം തൊട്ടില്ലേ കാറ്റു ചിന്നിയ ചാറ്റൽ മഴ ചിലങ്ക കെട്ടിയില്ലേ ചാന്ത് തൊട്ടില്ലേ ശാരദേന്ദു ദൂരെ ശാരദേന്ദു ദൂരെ ദീപാങ്കുരമായി ആദിരാത്രി നീ വിളക്കുള്ളിൽ വെക്കവേ ഘനശ്യാമയെപ്പോലെ ഖയാൽ പാടിയുറക്കാം അനുമദന മധുര ഹൃദയ മുരളിയേറ്റു പാടുമോ പ്രിയനൊരാൾ ഇന്നു വന്നുവോ എന്റെ ജാലകത്തിലെ രാത്രി മൈന കാതിൽ മൂളിയോ